ഞാൻ പറയുന്ന വിഷയത്തെ രാഷ്ട്രീയ വിഭാഗീയത്തോടു കൂടി ആരും കാണരുത്. പക്ഷേ ഇതിലെന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കണം. ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം, അദ്ദേഹത്തിനെതിരായി വന്നിട്ടുള്ള ആരോപണം, ഇതുവരെ ഒരു പരാതി FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു പരാതി കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടായിരിക്കില്ലേ? എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു ആരോപണമായിട്ട് വരിക, എവിടെന്നെങ്കിലുള്ള വോയിസ് ക്ലിപ്പ്, ഒരു പാലും തുമ്പുമില്ല, എവിടുന്നോ ഒരു ക്ലിപ്പ് മാത്രം ഇട്ടിട്ട് അദ്ദേഹത്തിനെതിരായി മാറ്റുക. അതിന്റെ പിന്നിൽ നടന്നത് എന്ത്? അതിന് ശേഷം നടന്നത് എന്ത്? ഇവര് തമ്മിലുള്ള വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു? ഇതൊക്കെ ശരിക്കും പുറം ലോകം അറിഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിയും രാഹുലും തമ്മിലുള്ള വ്യക്തിബന്ധം എങ്ങനെയായിരുന്നു, ഇത് എവിടെയാണ് തുടക്കം? ഇത് വ്യക്തി പറയുന്നത് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുള്ളൂ, ഇതിന്റെ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് അറിയില്ലല്ലോ. അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ചില ഇഷ്യൂല്, പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന വോയിസ് മാത്രം ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നത് എവിടുത്തെ ധാർമ്മികതയാണ്? പറയുന്നില്ല, കുറെ പാർട്ടിക്കാർ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനെ തടയും, അങ്ങ് തേങ്ങയാക്കും മാങ്ങയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. കാരണം ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണയുള്ള വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു യുവ നേതാവാണ്. അപ്പൊ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ നിങ്ങളെ അപ്പനപ്പൂപ്പന്മാർ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കില്ല എന്നുള്ളത് ഈ തെരുവിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന നിരപരാധികളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.